എല്ലാ കൂട്ടുകാർക്കും ബട്ടൺ ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് താമരയുടെ ട്യൂബർ എങ്ങനെ ശരിയായ രീതിയിൽ നടുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനു മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ കയ്യിലിപ്പോൾ 2 ട്യൂബറാണുള്ളത്. ഒന്ന് യെല്ലോ പിയോണിയും ഒന്ന് കമീല. അപ്പോൾ ഞാനിപ്പോൾ ഇത് നടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം വേണ്ടത് നമുക്ക് ഇതേപോലെ ഒരു ടബാണ്, അല്ലെങ്കിൽ ഒരു ബേസിനോ എന്തെങ്കിലും നല്ല വലുപ്പമുള്ള ഒരു ബേസിനായിരിക്കണം, നല്ല കുഴിയായിട്ടുള്ള ഒരു ബേസിന്. ഇതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചാണകപ്പൊടിയാണ്. നല്ല ചാണകം ഉണക്കി പൊടിച്ചതാണിത്. കട്ടിയായിട്ടുള്ളതോ പച്ച ചാണകമോ ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. അടുത്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയാണ്, ബോൺ മീൽ പൗഡർ. നമ്മൾ ഇത് മണ്ണിനകത്ത് ചേർക്കാൻ പാടില്ല, കാരണം പിന്നീട് ഈ വെള്ളമൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ മേലെ പായൽ മൂടാൻ ഇത് കാരണമാകും. പായലെല്ലാം പിടിക്കാൻ അത് കാരണമാകും, ഈ ചാണകപ്പൊടി നമ്മൾ മണ്ണിനകത്ത് കലക്കി കഴിയുമ്പോൾ, മിക്സ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ആദ്യം ടബിൻ്റെ അടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് നമുക്കിതിലോട്ട് മണ്ണിട്ട് കൊടുക്കാം. നോർമൽ മണ്ണ് മതി, ഗാർഡൻ സോയിൽ അത് മാത്രം മതി. ഇല്ല നിങ്ങളുടെ കയ്യിൽ നല്ല ചെളിയുള്ള മണ്ണുണ്ടെങ്കിൽ നമുക്കത് ഇത് മണ്ണിട്ടതിന് ശേഷം അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്കൊരു അരഭാഗം മാത്രം നിറച്ചാൽ മതി, 1/4 ഭാഗം കൂടെ നിറയ്ക്കേണ്ട. അരഭാഗം മാത്രം, ടബിൻ്റെ അരഭാഗം മാത്രം മണ്ണ് നിറച്ചാൽ മതി. മണ്ണ് നന്നായിട്ട് പൊടിച്ചു കൊടുക്കണം, കട്ടകളൊന്നും കാണരുത്. ഇങ്ങനെ കട്ടകളെല്ലാം ഉണ്ടെങ്കിൽ അതങ്ങ് പെറുക്കി കളയണം. മണ്ണ് നല്ല പൊടിയായിട്ടുള്ള മണ്ണായിരിക്കണം. അതിനുശേഷം മണ്ണ് നന്നായിട്ട് ഉറപ്പിച്ച് കൊടുക്കണം. നമ്മൾ കൈവച്ച് തന്നെ നന്നായിട്ട് ഉറപ്പിച്ച് കൊടുക്കണം. കാരണം നമ്മളിത് താമരയുടെ ട്യൂബർ നട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അത് പിന്നെ ഇളകി വരാതിരിക്കാനാണ് ഇങ്ങനെ നല്ലതായിട്ട് അമർത്തി വെച്ച് കൊടുക്കുന്നത്. അടുത്ത് നമുക്കിതിനകത്തോട്ട് ട്യൂബർ നട്ട് കൊടുക്കാം. അതിൻ്റെ ഗ്രൂ ടിപ്പെല്ലാം മേലെ നിൽക്കുന്ന മാതിരി വേണം നട്ട് കൊടുക്കാൻ. ഗ്രൂ ടിപ്പെല്ലാം മണ്ണിട്ട് മൂടാൻ പാടില്ല. ഇങ്ങനെ കൈവച്ച് തന്നെ മണ്ണിനെ ഒന്ന് ഇളക്കി നടുവിലൊന്ന് കൊടുത്തിട്ട് അതിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ മണ്ണിട്ടാൽ മതി. ഇപ്പം ഞാൻ 2 നട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. ഒരിക്കലും നമ്മൾ വെള്ളം മണ്ണിലോട്ട് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം വീണ താമരയുടെ ട്യൂബറെല്ലാം ഇളകി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇതേമാതിരി എന്തെങ്കിലും ഒരു കവറോ പ്ലാസ്റ്റിക് പേപ്പറോ എന്തെങ്കിലും ഇട്ടിട്ട് അതിലോട്ട് മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇത് മൊത്തം ഞാൻ വെള്ളം ഒഴിച്ച് നിറയ്ക്കാൻ പോവാണ്. ഇപ്പോൾ ഇതിൻ്റെ മേലെ തെളിഞ്ഞ് വന്നേക്കുന്ന ഈ അഴുക്കെല്ലാം നമുക്ക് അങ്ങ് എടുത്ത് കളയാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് തണലിലോട്ട് ഒരാഴ്ച മാറ്റി വയ്ക്കാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് വെയിലത്തോട്ട് മാറ്റി വെച്ചാൽ മതി. ഇതിൽ പൂ വന്നതിന് ശേഷം അപ്ലോഡ് ചെയ്യാം ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.